ഞങ്ങൾ ആസാമിലേക്ക് തിരിച്ചു വന്നേക്കാണ്, മുജിനൂറിൻ്റെയും നൂറേസയുടെയും വീട്ടിലേക്ക് തന്നെ. അപ്പോഴാണ് ഞങ്ങൾ ഭൂട്ടാൻ, മേഘാലയ, ചിറാപുഞ്ചി, ഷില്ലോങ് ഇവിടെയൊക്കെ ഓരോ ദിവസം താമസിച്ചു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവരുടെ വീട്ടിൽ വന്നു. ഇവരുടെ വീട്ടിൽ വന്നപ്പോൾ ഇന്ന് ഇവരെയും കൊണ്ടൊരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളൊരു ട്രിപ്പ് വന്നേക്കാണ്. ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് നമ്മുടെ നൂറേസയുടെ അപ്പ. ഇത് നൂറേസയുടെ മുജിനൂറിൻ്റെ ചേട്ടൻ്റെ ഭാര്യ. ഇത് മുജിനൂറിൻ്റെ അമ്മ. ഇത് മുജിനൂറിൻ്റെ അപ്പ. അപ്പം ഞങ്ങളിവിടെ ഇങ്ങനെ അതെ ഇവിടെ നമ്മുടെ മെയിൻ താരങ്ങൾ ഇരിപ്പുണ്ട്. അതെൻ്റെ കെട്ടിയൻ ഡേ ജോൺസൺ അച്ഛൻ ആണ് ഞങ്ങൾ വന്നത്. ഈ പുഴയെന്ന് പറയാൻ പറ്റില്ല, വെള്ളച്ചാട്ടമൊന്നും പറയാൻ പറ്റില്ല, എന്നാൽ നല്ല ഒഴുക്കുണ്ട്. കണ്ട, അവിടെ നിന്ന് തുടങ്ങി അവിടെ ഒരു പാലമൊക്കെ ഉണ്ട്, ഒഴുകിതേ ഒരു മല. ഇത് കാണാനാണ് ഞങ്ങൾ നൂറേസയുടെ ഫാമിലിയും മുജിനൂറിൻ്റെ ഫാമിലിയായിട്ട് ഇവിടെ വന്നത്. ഇവിടെ പിന്നെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്താണെന്ന് അറിയില്ല. ഇവിടെ എന്തോ ആരോ ബലിയിടാൻ വെച്ചേക്കണ പോലെയൊക്കെ ഉണ്ട്. എനിക്കറിയില്ല എന്താ ചെയ്തേക്കണേന്ന് അറിയില്ല. വൺ ഡേ ട്രിപ്പ് വന്നപ്പോൾ ഇവർ ഞങ്ങൾക്ക് വേണ്ടി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നേക്കാണ്. ഇതാ കണ്ട, ഞങ്ങൾ വന്നിട്ട് ഡിസ്പോസിബിൾ പ്ലേറ്റ്, ആസാമിലുള്ള ഡിസ്പോസിബിൾ പ്ലേറ്റ്, ദാ ബിരിയാണി, ദാ ചിക്കൻ കറി. പിന്നെ ഞങ്ങളിപ്പോൾ കഴിക്കും. കുറേ പേര് ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ്. ഇത് മുജിനൂറിൻ്റെ പെങ്ങന്മാരും അമ്മയൊക്കെ ഇവിടെ ഉണ്ട്. മുജിനൂർ കഴിക്കുന്നു. എല്ലാവരും കൂടി ഇങ്ങനെ പുഴയും കാടൊക്കെ കണ്ട് നടക്കുകയാണ്. മുജിനൂറിൻ്റെ അപ്പൻ, അമ്മ, നൂറേസയുടെ അപ്പൻ, അമ്മ എല്ലാവരും കൂടി ഞങ്ങൾ കറങ്ങാൻ വന്നതാണ്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.